രാത്രി ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച MLA-മാരാണ് ഇന്ന് ക്രോസ് വോട്ട് ചെയ്ത് എന്നെ തോൽപ്പിച്ചത്. മൂന്ന് പേർ ഇന്ന് രാവിലെയും ഒരുമിച്ചിരുന്ന് കഴിച്ചവരാണ്. പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവിനാണ്. ആ അവസ്ഥ ഇനി രാജ്യത്തിന് ഉണ്ടാകരുത്. പ്രാവിന്റെ കാണുന്ന ആട്ടിൻകുട്ടിയെ പോലെ പോകുന്ന MP-മാരുണ്ടാകരുത്. മുത്തലാഖ് വിഷയം പറഞ്ഞല്ലോ. അത് എന്റെ സംശയം, നിങ്ങൾ കേസ് ഹംസയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അല്ല, കേസ് ഹംസ ലീഗിൽ നിന്ന് LDF-ലേക്ക് എത്തിയത് ഇടതുപക്ഷത്തേക്കാണ്, BJP-യിലേക്കല്ല. BJP-യിലേക്ക് പോകാനുള്ള ആട്ടിൻകുട്ടിയെ ഞങ്ങൾ വളർത്തുന്നില്ല. BJP-യിലേക്ക് പോകാനുള്ള ഞങ്ങൾ വളർത്തുന്നില്ല. ശരി, പാർട്ടി ചിഹ്നത്തിൽ KS ഹംസ എന്ന പഴയ ലീഗുകാരൻ മത്സരിക്കുമ്പോ ലീഗിന്റെ രാഷ്ട്രീയം പാർട്ടി ചിഹ്നത്തിലേക്ക് വന്നോ അതോ പാർട്ടി ചിഹ്നം ലീഗിലേക്ക് പോയോ? എന്താണ് മാറ്റം? ഞാൻ ഈ പൊന്നാനി മണ്ഡലത്തിലെ ലീഗിന്റെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെ ഇത്തവണ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിന് വോട്ട് ചെയ്യും. അതിന് കാരണം പലതുണ്ട്. ഇപ്പൊ 3-ാം സീറ്റിന്റെ വിവാദം എപ്പോഴാണല്ലോ അവിടെ നിന്ന് അവസാനിപ്പിച്ചത്. കോൺഗ്രസിന്റെ പ്രൊഫൈലുകൾ പോയി നോക്കുക. ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയധികം പാർട്ടിയെ സ്നേഹിച്ച അണികൾ ലീഗിന്റെ അണികളെ പോലെ ഉണ്ടാകില്ല, എന്നാൽ ഇത്രയധികം പാർട്ടിയെ വഞ്ചിച്ച നേതാക്കന്മാർ വേറെ ഉണ്ടാകില്ല. സംഘപരിവാറിന്റെ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഒന്ന് പുറകോട്ട് നിന്നാൽ ഇത് ശരിയല്ല. ഞാൻ പറയട്ടെ, സംഘപരിവാറിന്റെ ആദ്യ രൂപമായ ജനസംഘമായി പകൽ വെളിച്ചത്ത് അലയൻസ് ഉണ്ടാക്കി വോട്ട് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിക്കാരാണ് സംഘപരിവാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അദ്വാനി ഉൾപ്പെടെയുള്ള കേരളത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ കൂടെ ഇരുന്ന് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് EMS-ന്റെയും പിണറായി വിജയന്റെയും കൂടെയാണ് ഇരുന്നിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, പറയട്ടെ ഇന്ത്യക്കകത്ത് പേരിന് ഒരു സീറ്റിനോട് പോലും BJP-യോട് പോരാട്ടം കാഴ്ചവെക്കാത്ത CPM ആണ്. ഇന്ത്യക്കകത്ത് 545 മണ്ഡലങ്ങളിൽ പേരിന് പോലും BJP-യെ നേരിടാത്ത ആളുകൾ. ഒരു ചോദ്യം, BJP-യെ നേരിടാൻ CPM-ന് ധൈര്യമില്ല. പോട്ടെ, നമുക്ക് വയ്ക്കാം. CPM-ന് മറ്റു സ്ഥലങ്ങളിൽ സ്വാധീനമില്ല. ഈ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി ആരെയാണ് നേരിടുന്നത്? വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു, കഴിഞ്ഞ തവണ വയനാട്ടിൽ മാത്രമല്ലായിരുന്നു, അതേപോലെ ഇത്തവണയും ഉത്തരേന്ത്യയിൽ നിന്നും മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണെന്ന് ഇതിനകം നാഷണൽ മീഡിയാസ് പറഞ്ഞു. തെലങ്കാന ഉൾപ്പെടെയുള്ള കർണാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇവര് CPM-നും ലീഗിനും ഇന്ന് എത്രയാ 3 MP-മാരാണുള്ളത് അല്ലേ? ലീഗിനും CPM-നും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് കേരളം പോട്ടെ, ഇന്ത്യ രാജ്യത്ത് നേരിട്ട് സംഘപരിവാറിനോട് എന്തെങ്കിലും ഒരു സീറ്റിലുള്ള ഒരു പോരാട്ടം പോലും കാഴ്ചവെക്കാൻ കഴിയാത്ത CPM. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ലീഗെ ജയിക്കുന്നു. ഞാൻ 5 വർഷം മുന്നേക്ക് ഡോക്ടർ അരുൺകുമാറിന്റെ ഓർമ്മ ഒന്ന് കൊണ്ടുപോവാണ്. ഇതുപോലെ പറഞ്ഞ് ഇവിടെ സ്ഥാനാർത്ഥിയായ ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞത് അയാൾ ജയിക്കുമെന്ന് മാത്രമല്ല, ലീഗ് ജയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ PV അൻവർ ഇന്നും നിലമ്പൂരിലുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ മത്സരം കടുക്കുമെന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ.